നോക്കിക്കോട്ടാ. അയ്യോ, സൂക്ഷിച്ചു നോക്ക. സിബി, എടി ഒരു ചായ എടുത്തടി. കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ കേട്ടോ. ചായയാ എന്ത്? ഇപ്പഴാ? ആ. ഇത് പിടിച്ച് ഏ? ഈ തീ ഒന്ന് കത്തിച്ച് ഒന്ന് ഊതി കൊടുത്താൽ മതി, വേഗം ഏയ്, കത്തിക്കോളൂ. അതല്ല നിന്ന് ഞാൻ നിന്നോടൊരു പണി പറഞ്ഞപ്പോ നീ അതിനും വലിയ പണി എന്നോട് പറഞ്ഞാ. അയ്യോ, അടുപ്പ് കത്തിക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല, ഊതി കൊടുത്താൽ മതി. അതുപോലെയാണ് ചായ വെക്കണത്, അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. എന്തൊട്ട് റിസ്ക്? ആ, അത് ഞാൻ പറഞ്ഞുതരാ. ഏ? ഒരു ചായ ഉണ്ടാക്കണെങ്കിലേ കറക്റ്റ് 148 ml വെള്ളം അളന്നെടുക്കണം. എത്ര ml? 158 ml. ആ, അതിനുശേഷം 52 ml പാല് അളന്നെടുക്കണം. പഞ്ചസാര 3 ഗ്രാം, ചായല 2.5 ഗ്രാം. എത്ര ഗ്രാം? 2.5. ആ, ഇനി ചായ ഉണ്ടാക്കണ വിധം. ആദ്യം അളന്നു വെച്ച വെള്ളം 100 ഡിഗ്രി ഊഷ്മാവിൽ വെട്ടിത്തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ അളന്നു വെച്ച പാലൊഴിച്ച് രണ്ടും കൂടി വെട്ടിത്തിളപ്പിക്കണം. ഇതൊക്കെ എനിക്കറിയാം. അത് കഴിഞ്ഞ പാല് മനസ്സിലായിട്ട് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കണം. ഇതല്ലേ ചായ? അങ്ങനെ അറിഞ്ഞാ പോരാ, പാലും വെള്ളവും നന്നായി തിളച്ച് 4 സെന്റിമീറ്റർ പൊന്തണം. എന്നാലേ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒരു നിശ്ചിത ഊഷ്മാവിൽ തിളച്ച് 5 സെന്റിമീറ്റർ പൊന്തുമ്പോൾ തീ കുറച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് ചായ നന്നായി മിക്സ് ചെയ്യണം. എങ്ങനെ? ഈ ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ. ഇതൊക്കെ കഴിഞ്ഞ് ഈ ചായ ചൂടാറാണ്ട് നിങ്ങളെ ഏൽപ്പിക്കണം. അതാണ് ചായ. മതി, നീ പോയി ചായ എടുത്തിട്ട് വാ, ഞാൻ ഇത് കത്തിച്ചോളാം. ഇവളെന്താ ഏതെങ്കിലും കോളേജിൽ പോയിട്ടാണോ ചായ ഉണ്ടാക്കാൻ പഠിച്ച്? തീയൊന്നുമില്ലല്ലേ? ചായ ഇതിപ്പോ കടയിൽ പോയി കുടിക്കേണ്ട സമയമല്ലേ? ആ, നല്ല ചായ കിട്ടണമെങ്കിൽ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം. അതെ, ചായ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കടപ്പൊക്കെ ഉണ്ട്. അതെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ, നീ വിശ്വസിക്കോ? ആദ്യം കാര്യം പറ, എന്നിട്ട് തീരുമാനിക്ക. അപ്പനെ ഞാൻ ഒരേ സമയം 2 സ്ഥലത്ത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ അക്കുനെ ഞാൻ കണ്ട് പാതിരാത്രി കിച്ചണിലിരിക്കുന്നത്. ഇനി അപ്പനും എല്ലാം മന്ത്രവാദം ഉണ്ടാവോ? ഈ വക കാര്യം എന്നോട് പറഞ്ഞു വരണ്ട. ആദ്യം നിങ്ങൾ വെള്ളടി നിർത്ത്, അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചോളും. ഇനി എന്നാണ് അവൻ എന്നെ 2 സ്ഥലത്ത് ഒരുമിച്ച് കണ്ടു എന്നൊക്കെ പറയണേ? ഞാനിനി ആരോട് പറയുന്നത്? അപ്പനോട് ചോദിച്ചാ അപ്പൻ തെറി പറഞ്ഞു ഓടിക്കും. കൈകൊണ്ട് വെടിവെച്ചേ. ആഹാ, എന്നാ നീ നോക്കിക്കോട്ടാ. തോക്കാണ് നിന്റെ ടയർ നോക്കിയേ. എന്റെ ടയറ് ചാടാൻ നല്ല രസായിരുന്നു. അയ്യോ, അവനോട് ഓട്ടേ. അവന് വെടി കൊണ്ടു. അയ്യോ,
വെച്ച് നോക്കിയാലോ? ഏ കുന്തം കൊണ്ടില്ല. ഈ പൂവ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഞാൻ വെടിവെച്ച് താഴെയിട്ടിരിക്കും. ഞാനാണ് സൂപ്പർമാൻ. ഞാൻ എല്ലാത്തിനെയും വെടിവെച്ച് താഴെയിടും. അക്കൂന് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും പറ്റും. എടാ, ടിഷ്യൂ, ടിഷ്യൂ, ടിഷ്യൂ. ഞാൻ സ്പൈഡർമാനാ. ഏയ്, ഇതിന് എന്ത് പറ്റിയോ? കാലത്തൊരു കുഴപ്പമുണ്ടായില്ലേ? ഇനി കാർട്ടൂൺ കണ്ട് വട്ടായതായിരിക്കും. എന്തായാലും സിബിനെ വിളിച്ച് കാണിച്ചു കൊടുക്കാം. കണ്ടാല അവള് വിശ്വസിക്കും. ഞാനാണ് സ്പൈഡർമാൻ. ഞാൻ എല്ലാത്തിനെയും വെടിവെച്ച് താഴെയിടും. അത് ടിഷ്യൂ, 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 ടിഷ്യൂ. മോളെ ആവൂ എന്തിട്ട് ചെയ്യണേ? ഞാനിങ്ങനെ കൈകൊണ്ട് വെടിവെച്ച് കളിക്കേ. നല്ല രസണമേ. കൈകൊണ്ട് വെടിവെക്കും. എടാ മോനെ, നിന്നെ ഒരു എന്തുകൊണ്ട് വെടിവെച്ചേ? കൈ ഇങ്ങനെ തോക്കല്ല പിടിച്ചിട്ട് ഇങ്ങനെയാണ് അടിച്ചത്. അപ്പൊ തോക്കോ? തോക്കൊന്നുമില്ല, ഇങ്ങനെയാണ് വെടിവെച്ചത്. ആ ഇതമ്മേ. ഒന്നുമില്ല മോളെ, മോള് കളിച്ചോ? ആ കൊച്ചേ അവിടെ നിന്ന് കളിക്കണ്. നിങ്ങളുടെ സംശയ കണ്ണോണ്ട് അതിനെ നോക്കണ്ട, അതിനൊരു കുഴപ്പമില്ല. അല്ലടി, നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. നിങ്ങളൊന്ന് പോയേ, ഓരോന്ന് പറഞ്ഞിങ്ങോട്ട് വരും. അവിടെ രണ്ടായിട്ട് കാണണം, ഇവിടെ രണ്ടായിട്ട് കാണണം. ശ്ശോ. അതെ, ഇവിടെ എന്തൊരു ചെയ്തോണ്ടിരിക്കായിരുന്നു? ഞാൻ വെടിവെച്ച് കളിക്കേ. ഇങ്ങനെ അതിന് തോക്കൊന്നുമില്ലല്ലോ. തോക്കൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അത് ഇങ്ങനെ പിടിച്ചിട്ട് വെടിവെക്ക. എന്നിട്ട് കൊള്ളണ്ട. കൊള്ളണമെന്നില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യണ്ട്. എന്നെങ്കിലും ഞാൻ കൊള്ളിക്കും. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഫിഷു, ഫിഷു, ഫിഷു. എന്നാലൊക്കെ എങ്ങനെയാണ് വെടിവെച്ച്? ഇവനൊരു പാഠം പഠിപ്പിക്കണോലോ. അതായത് തമ്പു. അത് ചേച്ചി അറിയണ്ട. ഓഹോ, അപ്പൊ അതാണ് ട്രിക്കല്ലേ? എല്ലാത്തിനും തമ്പൂന്ന് വിളിച്ച് ചെയ്താ ശരിയാവുമായിരിക്കും. തമ്പു, ഈ പൂവിനൊന്ന് വെടിവെക്കണോല. എവിടെ? തമ്പു, ഈ പൂവിനൊന്ന് വെടിവെക്കണോല. എവിടെ? തമ്പു കിമ്പു. തമ്പു, എവിടെ? തമ്പു. ഈ കൊച്ചെന്തരടാവ എന്നെ വിളിച്ചേ? മിണ്ടാണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ ഇത്രക്ക് പെട്ടെന്ന് ഡ്രസ്സും മാറിയാ? അപ്പക്ക് മാജിക് അറിയോ? ഇല്ല. അപ്പയുടെ സൗണ്ടിന് എന്ത് പറ്റി? ജലദോഷം. അപ്പൊ കുറച്ചെടുത്ത് മുമ്പ് ഉണ്ടായില്ല. അത് പെട്ടെന്ന് വന്നതാ. മിമിക്രി ആയിരിക്കും. കൊള്ളാലോ. അതെ അതെ, മിമിക്രി. അപ്പേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നേരത്തെ ചോദിച്ചില്ലേ ഇങ്ങനെ വെടിവെച്ച കൊള്ളൂന്ന്? അത് കൊള്ളും. ആര് പറഞ്ഞ? ഞാൻ 2 കണ്ണുകൊണ്ട് കണ്ടതാ. ആ കുഞ്ഞനെ പിടിച്ച് വെടിവെച്ച് ആ കൊച്ചേർക്കന്റെ സൈക്കിളിന്റെ ടയർ പഞ്ചറാക്കണത്. സത്യണപ്പേ? അത് വലിയ കാര്യമൊന്നല്ല. എനിക്കറിയാം, ഞാനും കാണിക്കും മാജിക്. എന്ത് മാജിക്? ഞാൻ വേണമെങ്കിൽ എയറിൽ നിൽക്കാം. കാലും നിലത്തോട്ടുണ്ട്. പിന്നെ നോണ. എന്നാന്ന് നിന്നെ ഇവിടെ ഒരു സ്റ്റൂളുണ്ടെന്ന് സങ്കല്പിക്കാം. എന്നിട്ട് ഞാൻ അതുമ്മ കേറിക്ക എയറില്.
കേറട്ടെ? നോക്കിയോട്ടാ. അയ്യോ, സൂക്ഷിച്ചു നോക്ക്. അയ്യോ, ദേ പോണു. സൂപ്പർ. ഇനി വേറെ മാജിക് എന്തുറ്റാ? എന്നാ ഞാൻ ഇറങ്ങട്ടെ, വായുവിൽ നിന്ന് ഇറങ്ങട്ടെ. സൂപ്പർ. ഫോളോ മീ. അടുത്ത എന്നിട്ട് കാണിക്കാൻ പോണേ? ഇനി ഞാൻ ഈ പൂ മാജിക് കാണിച്ചു. ഈ പൂവിനെ ഞാൻ കൈ തൊടാണ്ട് പൊട്ടിക്കട്ടെ. ഇങ്ങോട്ട് വാടങ്ങട്, ഇടങ്ങട് വരാൻ. വാങ്ങട്. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ മാജിക്. ഇനി ഇതുപോലത്തെ മാജിക് കാണിക്കണം. സൂപ്പർ മാജിക്. സൂപ്പർ മാജിക്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി. ടിങ്ക് ടിക്ക. സൂപ്പർ സൂപ്പർ മാജിക്. സൂപ്പർ സൂപ്പർ മാജിക്. ഇനിയുണ്ട് മാജിക്. ഇന്ന് മാജിക് ഞാൻ മരിക്കും. അപ്പൊ ഇതെങ്ങനെ മാജിക് ഒക്കെ പഠിച്ചേ? പറയപ്പേ. അയ്യോ അപ്പേ. അപ്പേ അപ്പേ എവിടെ പോയി? നീ ഇതാരോടനെ കുറെ നേരം സംസാരിച്ചോണ്ടിരിക്കണേ? കാണൊരു വട്ടം വിചാരിക്കൂട്ടാ. എന്റെ അപ്പേ സമ്മതിച്ചുട്ടാ. അപ്പയുടെ മാജിക് സൂപ്പർ. മാജിക്കാ? എന്ത് മാജിക്? ഇപ്പൊ തന്നെ വായുവിൽ നിന്നില്ലേ, അതെനിക്കും കൂടി പഠിപ്പിച്ചു. ആര് വായുവിലെന്ന്? അപ്പാ. അത് നിനക്ക് തോന്നിയതായിരിക്കും. പിന്നെ കള്ളൻ. എനിക്ക് പറഞ്ഞു രണ്ടിരിക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാണല്ലേ. നീ ഒന്ന് പോയേ. നീ അതേ തരം മനുഷ്യന് വട്ടായിട്ടിരിക്കും. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഉണ്ട്. എന്നാ പോയേ പോ. ഒന്നുമില്ല. തിരിഞ്ഞു നോക്കണ്ട, പോയത് പഠിക്കേ. പോയിക്കോ, നോക്കണ്ട. പിള്ളേർ ഒറ്റയ്ക്ക് കളിച്ച് കളിച്ച് കാണുന്നവരായിരിക്കും വട്ടാണെന്ന്. ഈ കിണാങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റിയത്? ഒറ്റയ്ക്ക് സംസാരിക്കേ.